എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ സേഫ്റ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് നടക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ്. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട, മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. തീർന്നില്ലേ പ്രശ്നം? വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മുൻ നിലപാടിൽ മാറ്റമില്ല. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. പിണറായി വിജയൻ സഖാവിന്റെ നിലപാടിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അയ്യോ, അത് വെറും തോന്നല. പണ്ട് എന്തായിരുന്നു പിണറായി സഖാവ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് സഖാവ് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? കാണിച്ചു തരാം. ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക. അല്ലേ ആശാനെ? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. റിച്ചർ സ്കെയിലിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? ഇനി ആരും സൂത്രം കാണിച്ചാ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മുൻ നിലപാട് തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. എന്നിട്ട് സംഗതി ഒരു പ്രശ്നമില്ല, ഒന്നും പേടിക്കാനുമില്ല എന്ന് പറഞ്ഞു. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. അപ്പോ അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കടക്കാൻ. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ അഭിപ്രായം അപ്പാടെ തിരുത്തിയിരിക്കുകയാണ്. ഡാം സുരക്ഷിതമല്ലെന്ന നിയമസഭയുടെയും സർവകക്ഷി യോഗത്തിന്റെയും നിലപാടുകളാണ് ശരിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഡാം സുരക്ഷിതമല്ലെന്ന നിയമസഭയുടെയും സർവകക്ഷി യോഗത്തിന്റെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ ഭാഗത്തുനിന്ന് വ്യത്യസ്ത പ്രസ്താവന ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇതിന് ഹൈ പോസിബിലിറ്റി ആണ് എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ഒരു ചാൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്? എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഭരണം കിട്ടുന്നതിന് മുമ്പും ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന കാലഘട്ടത്തിൽ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. എന്നല്ലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ, പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ?